CITU നേതാവ് കെ എൻ ഗോപിനാഥിനെതിരെ വനിതാ കമ്മീഷന് പരാതിയുമായി ആശാ വർക്കേഴ്സ്. അശ്ലീല പരാമർശത്തിൽ അന്വേഷണം നടത്തി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഗുഡ് ഈവനിങ്. നമുക്ക് പലതരത്തിൽ വിമർശിക്കാം, പല ആരോപണങ്ങളും ഉന്നയിക്കാം, പക്ഷെ അതിൽ ഈ അശ്ലീലമൊക്കെ കലർത്തുക എന്ന് പറയുന്നത് നമുക്ക് ആശാസ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ് ഇവരുടെ പരാതി, എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയതിന് പിന്നാലെ അവർക്ക് നേരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ പലകുറി അവർ നേരിട്ടതാണ്. പ്രത്യേകിച്ചും CITU നേതാക്കളാണ് ഈ പരിഹാസങ്ങൾക്കൊക്കെ മുൻപിൽ. അതൊരു പടികൂടി കടന്നുകൊണ്ട് അങ്ങേയറ്റം മോശമായ ഒരു അശ്ലീല പരാമർശമായിരുന്നു കെ എൻ ഗോപിനാഥ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അത് സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ ഈ ടാർപ്പാളിൻ അഴിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ ദിവസമായിരുന്നു സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിച്ചത്. ആ ദിവസം ഈ സമരക്കാർക്ക് കുടയും മറ്റ് റെയിൻകോട്ടുകളും ഒക്കെ സുരേഷ് ഗോപി വാങ്ങി നൽകിയിരുന്നു. അതിനെ ചുറ്റിപ്പിടിച്ചാണ് കെ എൻ ഗോപിനാഥ് അശ്ലീല പരാമർശം നടത്തിയത്. അതിന് പിന്നാലെയാണ് ആ വിഷയം ഗൗരവമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വനിതാ കമ്മീഷന് കേരള ആശാ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയിരിക്കുന്നത്. വിശദമായ ആ വിഷയം അന്വേഷിക്കണം, അതിനൊപ്പം തന്നെ മാതൃകാപരമായ ശിക്ഷയും നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആശാ വർക്കർമാർക്ക് നേരെ അശ്ലീല പരാമർശങ്ങളും ഒപ്പം തന്നെ അധിക്ഷേപങ്ങളും നടത്തുന്നവർക്കെതിരെ ഇനി മുതൽ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാനും ഈ സമരക്കാർ ഒരുങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായാണ് ഇപ്പോൾ CITU നേതാവിനെതിരെ ഇവർ നൽകിയിരിക്കുന്ന പരാതി. ക്രിസ്റ്റീന. ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം നേരിടേണ്ടി വന്നു. കാരണം വിമർശിക്കാം, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ തന്നെ വ്യക്തമാക്കാം, നേരിടാം. പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ അപമാനിക്കാൻ, മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ ഒന്നും ആർക്കും ഒരു റൈറ്റും കൊടുത്തിട്ടില്ല. അത് എതിർക്കുക തന്നെ വേണം. അപ്പോൾ ആ രീതിയിൽ മാത്രമല്ല, നമ്മൾ സംവിധാനങ്ങളെ വിമർശിക്കാം. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ധാർമ്മിക രോഷമൊക്കെ ഉണ്ടാവും, പക്ഷേ വ്യക്തികളെ അങ്ങനെ ആവശ്യമില്ലാതെ വിമർശിക്കേണ്ട കാര്യവുമില്ല. വിമർശിച്ചോട്ടെ എന്നേ, പക്ഷെ എന്തെല്ലാം വാക്കുകൾ മോശമായ സ്ത്രീകളുമായിട്ട് ആശാ വർക്കേഴ്സിനെ ഒന്ന് ആലോചിക്കണം. അവിടെ സുരേഷ് ഗോപി എത്തി, അദ്ദേഹത്തിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് ആശാ വർക്കേഴ്സും രണ്ടുപേരെയും ആ രീതിയിൽ അശ്ലീലം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.